നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അഥവാ IOB ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിൽ 250 ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി. 2026 ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 24 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകൾ എവിടെയാണ്? ഈ റിക്രൂട്ട്മെന്റിൽ കേരളത്തിൽ ഒഴിവുകളില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. എന്നാൽ മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഒഴിവുകളുണ്ട്. തമിഴ്നാട് 100 ഒഴിവുകൾ, കർണാടക 50 ഒഴിവുകൾ, മഹാരാഷ്ട്ര 50 ഒഴിവുകൾ, ഗുജറാത്ത് 50 ഒഴിവുകൾ. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കൂ. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യത്തെ 12 വർഷം അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നതുവരെ അപേക്ഷിച്ച സംസ്ഥാനത്തു തന്നെ സേവനം ചെയ്യേണ്ടി വരും. അതിനാൽ അപേക്ഷിക്കുന്നതിനു മുൻപ് ഈ നിബന്ധന പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗ്യത എന്താണ്? ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനുമുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് തമിഴ് ഭാഷാ പരിജ്ഞാനം ആവശ്യമാണ്. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ബന്ധപ്പെട്ട പ്രാദേശിക ഭാഷ പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് അഥവാ LPT നടത്തും. പ്രായപരിധി 2026 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കി പ്രായം 20 മുതൽ 30 വയസ്സ് വരെ ആയിരിക്കണം. OBC വിഭാഗക്കാർക്ക് 3 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ശമ്പളം എത്ര? ലോക്കൽ ബാങ്ക് ഓഫീസർ JMGS 1 ഗ്രേഡിലാണ് നിയമനം നടക്കുക. 48,480 രൂപ മുതൽ 85,920 രൂപ വരെയാണ് അടിസ്ഥാന ശമ്പള സ്കെയിൽ. ഇതിനു പുറമെ DA, HRA, CCA തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. തുടക്കത്തിൽ തന്നെ ഏകദേശം 75,000 രൂപയ്ക്ക് മുകളിൽ പ്രതിമാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്ന ശമ്പളം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. നിയമനത്തിന് ശേഷം 2 വർഷത്തെ പ്രൊബേഷൻ ഉണ്ടായിരിക്കും. കൂടാതെ കുറഞ്ഞത് 3 വർഷം സേവനം ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന 2 ലക്ഷം രൂപയുടെ ബോണ്ടും നൽകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് എങ്ങനെ? തെരഞ്ഞെടുപ്പ് പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് നടത്തുന്നത്. ഓൺലൈൻ എഴുത്തുപരീക്ഷ, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്, പേഴ്സണൽ ഇൻ്റർവ്യൂ. അപേക്ഷാ ഫീസ് ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 850 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST, PWBD വിഭാഗക്കാർക്ക് 175 രൂപയാണ് ഫീസ്. അതിനാൽ എനി ഡിഗ്രി യോഗ്യതയും ആവശ്യമായ പ്രാദേശിക ഭാഷാ പരിജ്ഞാനവും ഉള്ളവർക്ക് IOBയിലെ ഈ അവസരം പരിഗണിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 24, 2026 ആണ്. കേരളത്തിൽ ഒഴിവില്ലാത്തതിനാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അപേക്ഷിക്കുന്നവർ പ്രാദേശിക ഭാഷാ നിബന്ധനയും ദീർഘകാല സേവന നിബന്ധനയും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസം https://www.iob.bank.in/en/careers. നോട്ടിഫിക്കേഷൻ ലിങ്ക് https://www.iob.bank.in/documents/d/gust/lbo final add 2026-27. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.